ഹായ് ഓൾ, വെൽക്കം ടു ലൂമി. ലൂമീസ് പിന്നിൻ്റെ പാർട്ടായുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ 11ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ്? ഏരിയ ആണ്. ഓക്കെ, അപ്പം ഏരിയൻ്റെ അകത്ത് നമുക്ക് കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ നോക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ പറഞ്ഞാൽ എന്താ? 4 സൈഡിലുള്ള ആംഗിൾസ് 90 ഡിഗ്രി ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് വെച്ചിട്ട് അതിൻ്റെ ഏരിയ കാണാൻ പറ്റും. പെരിമീറ്റർ എന്താണ്? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2 ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ഒരു സ്ക്വയർ ആണെങ്കിൽ, അതായത് 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡയഗണൽ അറിയെങ്കിൽ 1/2 ഇൻറ്റു ഡയഗണലിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. നോട്ട് ഞാൻ നമ്മൾ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും നമുക്കതിൻ്റെ ബേസ് അറിയാം, അതുപോലെ തന്നെ ഹൈറ്റ് അറിയെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും, ഹാഫ് BH ആയിരിക്കും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. പിന്നെ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? എയും ബിയും സിയും ആണെങ്കിൽ, ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എയും ബിയും സിയും ആണെങ്കിൽ അവിടെ ഇക്വേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഒരു ഇക്വേഷൻ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? a+b+c/2 ആണ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നമുക്കൊരു ട്രയാങ്കിൾ തന്നു, ആ ട്രയാങ്കിളിലെ 3 സൈഡ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഏരിയ കാണാൻ ചോദിച്ചാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഇൻസർക്കിളും അതുപോലെ തന്നെ സർക്കം സർക്കിളും. ജസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിൾ എടുത്താൽ ആ ട്രയാങ്കിളിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റിയ സർക്കിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിവിടെ മുട്ടുന്നുണ്ട്, വരച്ചു നോക്കണ്ട. സർക്കിളിനാണ് എന്ത് പറയുന്നത്? ഇൻസർക്കിൾ എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം കൊണ്ട് ആ ട്രയാങ്കിൾ എന്തായിരിക്കണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് എ ആണെങ്കിൽ ഇതിൻ്റെ ഇൻസർക്കിൾ, അതായത് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇവിടെ തന്നിട്ടുണ്ട്, a/2√3 ആയിരിക്കും. അതുപോലെ തന്നെ സർക്കം സർക്കിൾ എന്താണെന്ന് വെച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ 4 കോർണേഴ്സും ടച്ച് ചെയ്തുകൊണ്ട് പുറത്തു കൂടി പോകുന്ന സർക്കിളാണ് സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാവും. സർക്കിളിൽ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ലൈക്ക് അതായത് ആ ട്രയാങ്കിളിലെ 4 കോർണേഴ്സും ടച്ച് ചെയ്തുകൊണ്ട് പുറത്തു കൂടി പോകുന്ന സർക്കിളാണ് എന്ത്? സർക്കം സർക്കിൾ. അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ക്യാപിറ്റൽ R എടുത്താൽ a/√3 ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു റിലേഷൻ കാണാം. അതായത് സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 ടൈംസ് ഓഫ് ഇന്നർ സർക്കിൾ. ഒന്നുകൂടി പറയുകയാണ്, ഇന്നർ സർക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ, ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന, അതായത് അതിൻ്റെ സൈഡ്സ് ടച്ച് ചെയ്തുകൊണ്ട് ഉള്ളിൽ വരയ്ക്കുന്ന സർക്കിളാണ് എന്ത്? ഇന്നർ സർക്കിൾ. അതുപോലെ തന്നെ സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കോർണേഴ്സ് ടച്ച് ചെയ്തുകൊണ്ട് പുറത്ത് വരയ്ക്കുന്ന സർക്കിളാണ് എന്ത്? സർക്കം സർക്കിൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്താ പറയുക? പാരലോഗ്രാം എന്ന് പറയും. ഓക്കെ, അപ്പോൾ പാരലോഗ്രാം എന്താണ്? അതിൻ്റെ ഏരിയ കാണാൻ ഇത് ബേസും ഇത് ഹൈറ്റും ആണെങ്കിൽ എന്ത് വരും? ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഏരിയ. കാരണം പാരലോഗ്രാം എടുത്തു നോക്കിയാൽ ഇതെന്താണ്? നമുക്ക് 2 ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റും. ട്രയാങ്കിളിൽ എന്തായിരുന്നു? ഹാഫ് BH ആയിരുന്നു. അപ്പോൾ 2 ട്രയാങ്കിൾ വരുമ്പോൾ ഹാഫ് BH പ്ലസ് ഹാഫ് BH എന്ത് വരും? ഒരു BH വരും. അങ്ങനെയാണ് പാരലോഗ്രാമിൻ്റെത് BH വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏരിയ ഓഫ് റോംബസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പാരലോഗ്രാം എടുത്തു നോക്കിയാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള റോംബസിന് എന്ത് പറയുന്നത്? പാരലോഗ്രാം എന്ന് പറയും. ഒരു പാരലോഗ്രാം എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിനാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണെന്ന് പറഞ്ഞത്? ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. അതായത് ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഇവിടെ D1 എന്തായിരിക്കും? ഈ ഒരു ഡയഗണലാണെങ്കിൽ D2 ഈ ഒരു ഡയഗണലായിരിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ട്രപ്പീസിയാണ്. ഓക്കെ, ഇപ്പോൾ ട്രപ്പീസി എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു പെയർ ഓഫ് സൈഡ് മാത്രമേ ട്രപ്പീസിയത്തിനകത്ത് പാരലായിരിക്കുള്ളൂ. പാരലോഗ്രാം എന്തായിരുന്നു? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും, അതായത് രണ്ട് പെയർ ഓഫ് സൈഡ്സ് പാരലൽ, അത് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായാലും പാരലൽ ആയിരിക്കും. ഓക്കെ, അത് ട്രപ്പീസിയത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ എന്തുള്ളൂ, പാരലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് ട്രപ്പീസിയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്. ഇത് എയും ഇത് ബിയും ആണ്. ഇതാണ് പാരലൽ സൈഡിലൂടെ. അപ്പോൾ അതിൻ്റെത് എ പ്ലസ് ബി ഇൻറ്റു എന്താണ്, ഹൈറ്റ് ബിറ്റ്വീൻ ആ പാരലൽ സൈഡ്സ് എച്ച്, ഇതാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏരിയ ഓഫ് സർക്കിൾ. ഒരു സർക്കിൾ എടുത്താൽ ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട ഏരിയ എന്താണ്? πr² ആണ്. ഓക്കെ, പിന്നെ അതുപോലെ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്. ഓക്കെ, അപ്പം ഒരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മൊത്തം ഇതാണെന്ത്? സർക്കംഫറൻസ് ആയത് വരുന്നത്. അതായത് ഇത് മൊത്തം എത്ര? 360 ഡിഗ്രി ആണ്. അപ്പം 360 ഡിഗ്രിയുടെ സർക്കംഫറൻസ് എത്ര? 2πr ആണ്. അപ്പോൾ നമുക്ക് 1 ഡിഗ്രീൻ്റെ സർക്കംഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് മെത്തേഡ് ഇല്ലേ, ഈ 2πr/360 നമുക്ക് എന്ത് കിട്ടും? 1 ഡിഗ്രിയുടെ ഈ ഒരു ലെങ്ത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റ ഡിഗ്രിയുടെ ആണെങ്കിലോ 2πr/360 ഇൻറ്റു തീറ്റ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ ഒരു ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ട്, ലെങ്ത് ഓഫ് ആർക്ക്. ആ ആർക്കിന് ലെങ്ത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്. ഇക്വേഷൻ വരെ 2πr θ/360 ആണ് എന്ത് വരുന്നത്, ആർക്കിൻ്റെ ലെങ്ത് വരുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മൾ മൊത്തം 360യുടെ എത്രയാണ്? 2πr ആണ്. അപ്പം 1 ഡിഗ്രിയുടെ എത്ര ആയിരിക്കും? 2πr/360 ആയിരിക്കും. അതുപോലെ തന്നെ തീറ്റ ഡിഗ്രിയുടെ എത്ര ആയിരിക്കും? ഇതായിരിക്കും 2πr/360 ഇൻറ്റു തീറ്റ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് സെക്ടർ. സർക്കിളിൻ്റെ തന്നെയാണ്. ടോട്ടൽ 360യുടെ എത്ര വരുന്നത്? πr² ആയിരിക്കും. ഓക്കെ, പിന്നെ അപ്പം 1 ഡിഗ്രിയുടെ എത്ര ആയിരിക്കും? πr²/360 ആയിരിക്കും. അപ്പോൾ തീറ്റയുടെ തീറ്റ ഡിഗ്രിയുടെ πr²/360 ഇൻറ്റു എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഇതെങ്ങനെ ഓർക്കാണ്ട് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റായിട്ട് പഠിച്ചു വെക്കണമെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം. അത് അപ് ടു യു ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് എന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഓഫ് ഒരു മോഡലായിരിക്കും, 3D ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വോളിയം എന്തായിരിക്കും? ജസ്റ്റ് നമുക്ക് വരച്ച് നോക്കാം. ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്, വോളിയം എന്തായിരിക്കും? LBH ആയിരിക്കും. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആയിരിക്കും വോളിയം. പിന്നെ എന്താ സർഫസ് ഏരിയ പറഞ്ഞത്? മൊത്തം എത്ര സർഫസ് ഉണ്ട്? 1 2 3 4 5 6. അതായത് ഒരു രീതിക്കുള്ള ഓപ്പോസിറ്റ് സർഫസുകൾ എന്തായിരിക്കും? ഏരിയ സെയിം ആയിരിക്കും. എന്തായാലും ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. അപ്പം അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സർഫസ് ഏരിയ കിട്ടും. പിന്നെ ചോദിച്ചാൽ കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ഇതാണ്. ഈ ഒരു പോർഷനാണ് കർവ്ഡ് സർഫസ് ഏരിയ. അങ്ങനത്തെ സർഫസ് ഉണ്ട് 1 2 3 4 സർഫസ് ആണുള്ളത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സർഫസ് ഏരിയയും കൂടി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സിലിണ്ടർ ആണ്. സിലിണ്ടർ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും. ഇതാണ് സിലിണ്ടർ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ മുതൽ സെൻറ്റർ വരെയുള്ള ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം πr² ഇൻറ്റു ഹൈറ്റ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്തായാലും ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, അല്ലെങ്കിൽ ഏരിയ ടു ഹൈറ്റ് ആണ്. ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ ആണല്ലോ, πr² ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, പിന്നെ എന്താ പറയുക? സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഏതൊക്കെ സർഫസ് ഉണ്ട്? 2 സർക്കുലർ സർഫസ് ഉണ്ട്, മുകളിലും താഴത്തും. അതാണ് 2πr² വരുന്നത്. പിന്നെ വരുന്നത് 2πrh. ഓക്കെ, ആ 2πrh എവിടെ നിന്ന് വെച്ചാൽ ഇത് സിലിണ്ടർ എന്ന് വെച്ചാൽ ഒരു സർക്കുലർ ഫോമിലാണല്ലോ. അപ്പോൾ 2πr എന്ന് പറയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ വരും ഇൻറ്റു h, അതായത് ലെങ്ത്. അതിപ്പം ആ ഒരു സംഗതി നമ്മൾ
നടുക്ക് വെട്ടി നേരെ വെച്ച് എന്തുണ്ടാവും 2πr ലെങ്ത് ഉള്ള ഒരു സാധനം ഉണ്ട്. അതുപോലെ തന്നെ h ബ്രെഡ്ത്തും ആയിരിക്കും. അപ്പം 2πr h ആണ് എന്ത് ഈ ഒരു പോർഷന്റെ എന്ത് വരുന്നത് സർഫസ് ഏരിയ, അതായത് 2πr h പ്ലസ് 2πr സ്ക്വയർ വരുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ ഏതാണ് 2πr h ആണ്, അതായത് ഈ ഒരു ഏരിയ. ഓക്കെ, അത് 2πr h ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്ഫിയർ ആണ്. സ്ഫിയർ ഇങ്ങനെ വരയ്ക്കാൻ എനിക്കറിയില്ല, എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. റേഡിയസ് 6 ആണെങ്കിൽ 4/3πr³ ആണ് വോളിയം വരുന്നത്. സർഫസ് ഏരിയ വരുന്നത് 4πr² ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ഫൈൻഡ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ ഹൂസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ. ഇതൊരു റെക്ടാങ്കുലർ ഗാർഡൻ ഉണ്ട്, ഇതിൽ ലെങ്ത് വരുന്നത് 100 ആണ്, ബ്രെഡ്ത്ത് വരുന്നത് 50. അങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. മാക്സിമം ഡിസ്റ്റൻസിലെ 2 പോയിന്റ്സ് എന്തായിരിക്കും, സിമ്പിളി എന്തായിരിക്കും, അതിൻ്റെ ഡയഗണലായിരിക്കും. ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും, ഒരു പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇതായിരിക്കും മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് അതിൻ്റെ എവിടെയുള്ള പോയിന്റ്, പെരിമീറ്ററിലുള്ള പോയിന്റ്. ഓക്കെ, അപ്പം എന്ത് കണ്ടാൽ മതി, ഈ ഡയഗണലിൽ എന്ത് കണ്ടാൽ മതി, ലെങ്ത് കണ്ടാൽ മതി. ഡയഗണലിൽ ലെങ്ത് എന്താ, പൈതഗോറസ് തിയറം എന്താണ്, 100 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ. ഇതായിരിക്കും എന്ത് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ ചോദിച്ചത്, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%. ബൈ വാട്ട് പെർസെൻറ്റേജ് വുഡ് ബി ദ ബ്രെഡ്ത്ത് ഹാവ് ടു ബി ഡിക്രീസ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബി എടുക്കുക. പിന്നെ എന്താ പറയുന്നത്, അതായത് ലെങ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 30%, അതായത് L പ്ലസ് 30/100 ഇൻറ്റു ലെങ്ത് ആയിരിക്കും എന്ത് ന്യൂ ലെങ്ത്ത് അല്ലേ. അപ്പോൾ എത്ര ഉണ്ടാവും, 1.3 എല്ലായിരിക്കും എന്ത് ന്യൂ ലെങ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആയിരിക്കും ഓൾഡ് കേസിന് ഉണ്ടാവുക. ഈ സെയിം ഏരിയ തന്നെയാണ് എന്തുപോലെ വരുന്നത് ന്യൂ കേസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ലെങ്ത് എന്താണ് ന്യൂ കേസിൽ 1.3 L ഇൻറ്റു ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെ കാണിച്ചാൽ ന്യൂ ലെങ്ത് ആദ്യം കാണും, എന്നാലും അതിൻ്റെ ലൈക്ക് എത്ര ഡിക്രീസ് ചെയ്യണമെന്ന് അറിയുള്ളൂ. അപ്പോൾ ന്യൂ ലെങ്ത് എത്ര ആയിരിക്കും, സോറി ന്യൂ ലെങ്ത് അല്ല, ന്യൂ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും, NB എടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ എന്ത് കട്ടായി പോവും, ഇത് കട്ടായി പോവും. ഇപ്പം ന്യൂ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും, B/1.3 നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം, B/30/10, 10B/ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി 10B/30 എന്ന് എടുക്കാം. ഓക്കെ, ഇതായിരിക്കും എന്ത് ന്യൂ ബ്രെഡ്ത്ത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, വാട്ട് പെർസെൻറ്റ് വുഡ് ബി ബ്രെഡ്ത്ത് ഹാവ് ടു ബി ഡിക്രീസ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ. ബ്രെഡ്ത്ത് എത്രമാത്രം കുറയ്ക്കണം എന്ന് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതുണ്ടല്ലോ ലൈക്ക് നേരത്തുള്ള ബ്രെഡ്ത്ത് മൈനസ് 10B/30 ഡിവൈഡഡ് ബൈ B. ഇത് ഫ്രാക്ഷൻ കിട്ടും, ഇൻറ്റു എന്ത് ചെയ്യണം 100 ചെയ്താൽ എന്ത് കിട്ടും, പെർസെൻറ്റേജ് അല്ലേ ചോദിച്ചത്, പെർസെൻറ്റേജ് കിട്ടും. എത്ര കിട്ടും, B എല്ലാം കട്ടായി പോവും. 30 - 10 എന്ന് പറയുമ്പം 3/30 ഇൻറ്റു 100. ഇതായിരിക്കും എന്ത് നമ്മളെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഈസ് 10% മോർ ദാൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ എസ്. ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആർ ഈസ് 10% ലെസ് ദാൻ സൈഡ് ഓഫ് ദ സ്ക്വയർ എസ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ആർ ടു എസ്. നമുക്കിവിടെ ഫസ്റ്റ് എന്തെടുക്കാം, സ്ക്വയറിൻ്റെ സൈഡ് എന്താക്കി എടുക്കാം, എക്സ് എന്നൊരു വാല്യൂ എടുക്കാം. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്തായിരിക്കും, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഈക്വൽ ടു റെക്റ്റാങ്കിളിൻ്റെ 10% മോർ ദാൻ, അതായത് എക്സ് പ്ലസ് 10 ഇൻറ്റു x/100 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് വരും, ടൈപ്പ് പോയാൽ 11x/10 ആയിരിക്കും എന്ത് വരിക ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് എങ്ങനെയാണ് പറഞ്ഞത്, 10% ലെസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, x - 10x/10
100 ചെയ്യണം. എത്ര കിട്ടും? കട്ട് ചെയ്ത് പോയാൽ 9x/10 കിട്ടും. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ആർ ടു ദാറ്റ് ഓഫ് എസ്? ആർ എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഏരിയ എന്തായിരിക്കും? ലെങ്ത്തിൻ്റെ ഇപ്പോൾ എടുത്തല്ലേ 11x/10 ഇൻറ്റു 9x/10 റേഷ്യോ സ്ക്വയറിന് എന്തായിരിക്കും? എക്സ് ആണ് സൈഡ്, അപ്പോൾ എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ എന്ത് കിട്ടും? നമുക്ക് എക്സും കട്ടാം, കാരണം എക്സ് സ്ക്വയർ വരും, അത് കട്ട് ചെയ്യാം. അപ്പം 99/100 വരും. എങ്ങനെ എഴുതാം? 99/100. ഇതായിരിക്കും നമ്മളെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ മെഷേഴ്സ് 15, 16, 17 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണത്? 3 സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 സൈഡ് തന്നാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു? ഏരിയ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആയിരിക്കും. ഇതിൻ്റെ എസ് എന്തായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇത് എ ആക്കി എടുക്കാം, ഇത് ബി ആക്കി എടുക്കാം, ഇത് സി ആക്കി എടുക്കാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഈ 2 ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? ഒരു പശുവിനെ വെച്ചോളി, അതിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പശു എന്താണ്? ഇറ്റ് മേ ബി ഏബിൾ ടു ഗേസ് ഏരിയ ഓഫ്, അതായത് അതൊരു സ്ഥലത്ത് മൂവ് ചെയ്ത ഒരു ഏരിയ ഉണ്ടാക്കി. അങ്ങനെ വെച്ചാൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റോപ്പാണ്. അങ്ങനെ സിമ്പിളി നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. പശു എന്തായിരിക്കും? ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. പശു എന്തായിരിക്കും? മാക്സിമം പശുവിന് പോകാൻ പറ്റിയ ഏരിയ എന്തായിരിക്കും? ഈ റോപ്പിൻ്റെ ലെങ്ത്തിൽ സർക്കുലർ മോഷനിലായിരിക്കും. നിങ്ങൾക്ക് പശുവിനെ കെട്ടിയിട്ടോ കണ്ടാൽ മനസ്സിലാവും, ഒരു കുറ്റി അടിച്ചിട്ടാണ് പശുവിനെ കെട്ടിയിട്ടാറ്. അപ്പം ഇങ്ങനെയായിരിക്കും പശുവിൻ്റെ ഉണ്ടാവുക. അപ്പോൾ പശു മൂവ് ചെയ്താൽ എങ്ങനെയായിരിക്കും? അതൊരു സർക്കുലർ മോഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്ന എന്താണ്? ഒരു സർക്കിളിൻ്റെ ഏരിയ ആണ്. πr² ആണ് തന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് വരുന്ന മാക്സിമം റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ് ചോദിച്ചത്. സിമ്പിൾ ചോദിച്ചത്. ഇതിപ്പോൾ റോപ്പാണെങ്കിൽ ഇത് പശു പോകുന്ന ഏരിയ ആണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും. സിമ്പിളായിട്ട് ഒരു സർക്കിളിൻ്റെ ഏരിയ തന്നു, ഏരിയൻ്റെ റേഡിയസ് കാണാനാണ് ചോദിച്ചത്. അത് കുറച്ച് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് 2 സർക്കിൾ ഈസ് 2:3. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ ഏരിയ? സർക്കംഫറൻസ് പറഞ്ഞാൽ എന്താണ്? 2πr ആണ്. നമുക്ക് ഒരു സർക്കിളിൻ്റേത് 6 എടുക്കാം, മറ്റേ സർക്കിളിൻ്റേത് ക്യാപിറ്റൽ R എടുക്കാം. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞത്? 2/3 ആണ്. ഏരിയൻ്റെ റേഷ്യോ എന്താണ്? ഏരിയ എന്താണ്? πr² ആണല്ലോ അല്ലേ? πr² ഡിവൈഡ് ബൈ πr². ഇവിടെ പയ്യും പറ്റി r². അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് r² ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ r² ഇട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. എന്ത് വരും? 4/9 വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? r² ആണ്. ഏരിയൻ്റെ റേഷ്യോ എന്താണ്? 4/9 ആണ്. ഇപ്പോൾ റേഷ്യോ എന്തായിരിക്കും? 4:9 ആയിരിക്കും റേഷ്യോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞത്? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 28 സെൻറ്റിമീറ്റർ ആൻ ആർക്ക് സബ്സ്റ്റൻഡ് ആംഗിൾ ഓഫ് 72 ഡിഗ്രീസ് എറ്റ് ദ സെൻറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ആർക്ക് ആൻഡ്. അതായത് ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു ആർക്ക് ഉണ്ട്, ഇതാണ് സെൻറ്റർ എങ്കിൽ സബ്സ്റ്റൻഡ് ആംഗിൾ 72 ഡിഗ്രി ആണ്. അങ്ങനെ വെച്ചാൽ ആർക്കിൻ്റെ ലെങ്ത്തും ഏരിയ ഓഫ് ദ സെക്ടറാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, എന്തായിരുന്നു? ആർക്കിൻ്റെ ലെങ്ത് ആണെങ്കിൽ എന്താണ്? 2πr ഇൻറ്റു θ/360. ഏരിയ ആണെങ്കിൽ എന്തായിരുന്നു? πr² ഇൻറ്റു θ/360. ആറിൻ്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം, ആംഗിളും അറിയാം, അത് കൊടുത്ത ഈ വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈൻ്റെ വാല്യൂ എന്തായിട്ട് യൂസ് ചെയ്യാം?
22/7 തന്നെ വാല്യൂ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കാരണം ഭയങ്കര സിമ്പിളായിട്ട് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞത്? എ വീൽ ഓഫ് ട്രക്ക് മേക്ക് 2000 റെവല്യൂഷൻസ് ആൻഡ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 176 കിലോമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഓക്കെ, നമുക്ക് സിമ്പിളായി ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞത്? ഒരു വീല് അതെന്താണ് 200 അല്ല 2000 റെവല്യൂഷൻ കവർ ചെയ്തു. അതുപോലെ തന്നെ 176 കിലോമീറ്ററും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 176 കിലോമീറ്ററും എത്ര മീറ്ററാണ്? 176 ഇൻറ്റു 1000 അല്ലേ? 1000 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഇപ്പോൾ ഒരു വീലാണ്. ആ വീലിൻ്റെ അകത്ത് അത് ഒരു റെവല്യൂഷനിൽ കവർ ചെയ്യുന്നത് എത്ര ഇതായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഒരു വീല്, ആ വീല് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് ഈ ഒരു പൊസിഷൻ, ഈ ഒരു പോയിന്റ് ഇവിടെ തന്നെ തിരിച്ചെത്തുമ്പോൾ, കറങ്ങിയിട്ട് ഇവിടെ തന്നെ തിരിച്ചെത്തുമ്പോൾ നമ്മൾ എന്താ പറയുക? ഒരു റെവല്യൂഷൻ എന്ന് പറയും. അപ്പം ആ ഒരു റെവല്യൂഷനിൽ ആ ഒരു ഇത് കവർ ചെയ്യുന്ന ലെങ്ത് എത്ര ആയിരിക്കും? അത് 2πr ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ആ സെയിം പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പം അത് 2πr ലെങ്ത് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ കാണേണ്ടത്? ഒറ്റ പ്രാവശ്യം റിവോൾവ് ചെയ്ത് തരാം, അത് എത്ര ലെങ്ത് കവർ ചെയ്തെന്ന് കാണണം. അതെങ്ങനെ കാണുക? നമുക്ക് ഇവിടെ പറഞ്ഞത് 2000 റെവല്യൂഷൻ കഴിഞ്ഞേരം അത് ഇത്രയും മീറ്റർ ലെങ്ത് കവർ ചെയ്തിട്ട്, അപ്പോൾ എന്താണ് ഇതിനെ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അതായത് യൂണിറ്റ് മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. 2000 റെവല്യൂഷന് വേണ്ടിയിട്ട് അത് ഇത്രയും മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഒരു റെവല്യൂഷൻ ആകുമ്പോൾ എത്ര മീറ്റർ എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇത് ചെയ്താൽ മതി. ഇതിനെ 2000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര വരിക? 88 വരും. ഈ 88 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കിളിൻ്റെ സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ എന്താ? 2πr ആണ്. അപ്പം 2πr ഈക്വൽ ടു 88. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്നാണ്. ഓക്കെ, അപ്പം പൈ നമുക്ക് എന്തെടുക്കാം? 6 എങ്ങനെ കാണാം? അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. 88 ഡിവൈഡഡ് ബൈ 2π 44/π ഉണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടിയ 44/π ആണ്. നമുക്ക് എന്താക്കാം? പൈൻ്റെ വാല്യൂ എന്താക്കാം? 22/7 എടുക്കാം. ഇൻറ്റു 7 ഉണ്ടാവും. എന്താ? 2 ഉണ്ടാവും. അപ്പം ആൻസർ എന്തായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.